അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, നമ്മൾ ഈ വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കേൾക്കണം. കാരണം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഇന്ന് നമ്മളെ വയനാട്ടിൽ നടന്ന ഒരുപാട് ദുരന്തത്തിൻ്റെ കഥകൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളും വ്യക്തികളും എന്ന് പറയുന്നത്, അതുപോലെ ഗവൺമെൻറ്റും എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പണം പിരിപ്പിക്കലും വീട് കെട്ടുമെന്ന് പറയലും ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ എല്ലാം കാണുന്ന കേൾക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇഷ്ടമുള്ള സഹോദരന്മാർക്ക് കേൾക്കാം. കാരണം അഭിപ്രായം പറയാമല്ലോ. അഭിപ്രായം പറയുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഊരിത്തിരിഞ്ഞ് വരാറ്. ഇപ്പം ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണും തികച്ചു. രണ്ടാമതും അഭിപ്രായം പറഞ്ഞിട്ട് എന്തെങ്കിലും എന്നെ തെറിവറിയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ അഭിപ്രായം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, അഭിപ്രായം പറയൽ കൊണ്ട് പല കാര്യങ്ങൾക്കും ഗുണം കിട്ടും. അത് പറയുന്നവനാരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചെങ്കിൽ അഭിപ്രായം പറയാം എന്ന് ഉള്ളത് കാണിച്ചു തന്നത് അള്ളാഹു താലയാണ്. അള്ളാഹു താല മലക്കുകളൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു മനുഷ്യ സമൂഹത്തിനെ സൃഷ്ടിക്കുന്നു, നിങ്ങളെൻ്റെ അഭിപ്രായമാണ്. അപ്പം മലക്കുകൾ പറഞ്ഞു, എന്തിനു പഠിച്ചു? ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ ഒരുപാട് നിനക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തിനൊരു മനുഷ്യവർഗം എന്നൊരു സംഭവം, ഒരു സാധനം എന്തിനെന്ന് ചോദിച്ചപ്പം അത് നിങ്ങളെക്കാൾ ഉന്നതന്മാരായ ആളുകളായിട്ട് അവർ മാറും. അവരെ ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം പ്രവാചകനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിലോ നിങ്ങൾ സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പോൾ നിങ്ങളോട് ഞാനൊരു അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അഭിപ്രായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മനുഷ്യ സമൂഹത്തിന് അത് ഭാവിയിൽ ആവശ്യമുണ്ട് എന്ന് അള്ളാഹു താല ഒരു മാതൃക നമുക്ക് കാണിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ചിലപ്പോൾ ചില ആൾ ചോദിക്കും, നീ ആരും അഭിപ്രായം പറയാനെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാരണങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് അറിയും. ഇപ്പോൾ നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ ഒരുപാട് ആളുകൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതിന് ഒരുപാട് ആളുകൾ അതിനെ രണ്ടാമത് പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടിയിട്ട്, പുനർനിർമ്മിക്കാനും അവരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു അഭിപ്രായം ഞാൻ പറയുന്നതുണ്ട്. അതായത് ഗവൺമെൻറ്റിന് ഇപ്പോൾ കൊടുക്കുന്ന പിരിവ്, ആ ഗവൺമെൻറ്റിനെ സഹായിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അഭിപ്രായ ഭിന്നതകളൊക്കെ നമ്മൾ നിലവിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് മുൻകാലങ്ങളിലും ഇതുപോലെ ദുരന്തം ഉണ്ടായ സമയത്ത് ദുരന്തത്തിൽ പെട്ടവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടക്കുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഘടിച്ചിട്ട് എല്ലാവരും പൈസ നിക്ഷേപിക്കുകയോ ചെയ്തത്. പിന്നെ അത് നേരെ ചെലവ് ചെയ്തില്ല, അത് വകമാറി ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇത് എല്ലാവർക്കും ഒരു ഗവൺമെൻറ്റിനടക്കം, അതുപോലെ തന്നെ ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ അവർക്ക് നല്ല മനസ്സറിഞ്ഞിട്ട് സംശയിക്കാതെ സഹായിക്കാം. കൂടുതൽ ആളുകൾ സഹായിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അത് ഞാൻ പറയുന്നത് കേൾക്കണം. ഒന്നെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ വീട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട് കെട്ടിക്കൊടുക്കുന്നവർക്ക് വേണ്ടതാണ് സ്ഥലം. അപ്പോൾ ഗവൺമെൻറ് തന്നെ എല്ലാം ഇരിപ്പിച്ചെടുത്തിട്ട് ഗവൺമെൻറ് തന്നെ നടപ്പിൽ വരുത്തും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഗവൺമെൻറ് ചില കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കാം. ഒന്ന്, അവിടെ തന്നെ പുനരുദ്ധാരണം ചെയ്യാൻ, അവിടെ തന്നെ എന്തെങ്കിലും അവർക്ക് വീടൊക്കെ കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അവരെ അടുത്ത പ്രദേശത്ത് തന്നെ ഉണ്ടെങ്കിൽ, ഒരാൾക്ക് 5 സെൻറ്റ് വീതമാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ചില ആളുകളൊക്കെ 5 സെൻറ്റ് സ്ഥലം, അതായത് 50 സെൻറ്റ് സ്ഥലം 50 ലക്ഷം ഉറുപ്പിക കൊടുക്കുന്നുണ്ട്. എന്തിന് 10 വീടുണ്ട്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലമാണ് അതിന് വരുന്നത്. അപ്പോൾ എന്ന പോലെ ഇപ്പോൾ ഗവൺമെൻറ് അതുമാതിരി നല്ല സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് ഗവൺമെൻറ് സ്ഥലം കൊടുക്കുന്ന മാത്രം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുത്താൽ ഇപ്പോൾ ഓരോ വ്യക്തികൾ, അതായത് ഓരോ സംഘടനകൾ, ഓരോ സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ആളെ വകയായിട്ട് 100 വീട് മാർച്ചിൻ്റെ വീട്ടിൽ അങ്ങനെ ഓരോ ആൾ 100 വീട്, 10 വീട്, 50 വീട്, ഇങ്ങനെയൊക്കെ എല്ലാവരും ഓരോ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വീടിൻ്റെ പൈസയെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിന്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഇത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഏറ്റവും കൂടുതൽ എളുപ്പത്തിലാകുന്ന പണിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കേൾക്കുക. ഗവൺമെൻറ് 5 സെൻറ്റ് സ്ഥലം അത് അവരുടെ ചുറ്റുപാടിൽ തന്നെ അവിടെ തന്നെ കിട്ടുമെങ്കിൽ അവിടെ തന്നെ സംഘടിപ്പിച്ചിട്ട് ഗവൺമെൻറ് കൊടുക്കുക. എന്നിട്ട് ആരാണോ വീട് കിട്ടുന്നത് ആ വീട് കെട്ടുമെന്ന് പറഞ്ഞ് അതേ സംഘടനക്ക് തന്നെ ആ വീട് കെട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്ത്? സ്ഥലം കൊടുക്കുന്നത് മാത്രം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ഇത്ര വീട് കെട്ടുമെന്ന് ഓരോ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് ആ വീട് കെട്ടാൻ നിങ്ങൾ തന്നെ കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ള ഗുണം?
പെടുന്നതിന് ആ സംഘടന അവരെ പൈസയ്ക്ക് പിരിപ്പിച്ചിട്ട് അവർ ആ ഏറ്റെടുത്ത ദൗത്യം ശരിക്കും പൂർത്തീകരിക്കും. ഇപ്പോൾ ഇത് എല്ലാം പിരിപ്പിച്ചിട്ട് ഗവൺമെൻറ്റിൽ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടെന്ന് അറിയാം. ഇത് ഗവൺമെൻറ് എത്ര പൈസ കിട്ടുമെന്ന് നോക്കണം, അതിന് കുറേ നാൾ പോയി. എന്നിട്ട് അതിൻ്റെ പ്ലാനിങ് ഉണ്ടാക്കണം, അതിന് കുറേ നാൾ പോയി. അങ്ങനെ അതിന് പിന്നെ കോൺട്രാക്റ്റിങ് കൊടുക്കണം, അതിന് കുറേ നാൾ പോയി. പിന്നെ അതിൻ്റെ പഞ്ചായത്തും അതും ഇത് നോക്കാനുള്ളവരുടെ ഒരുപാട് ബില്ല്. ഇതെല്ലാം ഇത്രയും നൂറുകണക്കിന് ജനങ്ങൾ മരിച്ച ഈ എല്ലാ കുടുംബത്തിനും എല്ലാ റെക്കോർഡും ഗവൺമെൻറ് തന്നെ ഡയറക്റ്റ് ആക്കിയിട്ട് അവരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോഴേക്ക് ഇത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഗവൺമെൻറ് ചെയ്യുമ്പം ഒരുപാട് നാളുകൾ പിടിച്ചിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾ എപ്പോഴും ഒന്നുകിലും തെരുവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അഭയാർത്ഥി കേബിലോ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നൊരു സാഹചര്യം വരും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ ഓരോ സംഘടനക്ക് അവർക്ക് വിട്ടുകൊടുത്താൽ അവർക്ക് തന്നെ ഒരു ഉത്സാഹം ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ ഏറ്റെടുത്ത് പെട്ടെന്ന് കഴിച്ച് തീർക്കണമെന്ന് പറയുമ്പോൾ അതൊരു ഉത്സാഹത്തിൽ പെട്ടെന്ന് തീരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഈ ഗവൺമെൻറ്റിന് ആരെങ്കിലും ആക്ഷേപിക്കാനില്ല. വീട് കെട്ടാൻ പറ്റുന്ന സ്ഥലം ഗവൺമെൻറ് കൊടുക്കാൻ സ്ഥലം കണ്ടെത്തിയിട്ട് എന്നിട്ട് ആ വീട് കെട്ടാൻ ആരാണെന്ന് 10 വീട് 100 വീട് എന്ന് പറഞ്ഞ ആൾക്ക് അത് അവർക്ക് തന്നെ കെട്ടാൻ വേണ്ടി വിട്ടുകൊടുത്താൽ അത് അവർ തന്നെ കെട്ടുമല്ലോ, പെട്ടെന്ന് പൂർത്തീകരിക്കുമല്ലോ. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളും ആയിട്ട് കഴിയുന്ന അതിൻ്റെ 1/3 ഭാഗം വേണ്ടി വരില്ല നാളുകൾ 2-3 മാസത്തിനുള്ളിൽ എല്ലാവർക്കും വീടായിത്തീരും. അതാണ് ഇതിനെ കൂടുതൽ ഏറ്റവും എളുപ്പത്തിൻ്റെ വഴി. പിന്നെ ഈ ഗവൺമെൻറ്റിന് എല്ലാത്തിനും തലയിടേണ്ട ആവശ്യമില്ല. ഓരോരാൾ ഏറ്റെടുത്തത് അവരാണല്ലോ പൈസ ചെലവിടുന്നത്. അത് ഇത്ര വീട് തന്നെ അത്ര വീടിൻ്റെ പൈസ എത്രയാണ് അത് അവർ ഇട്ടോളും. അത് ഏത് രൂപത്തിൻ്റെ വീട്, എങ്ങനെയുള്ള വീട്, എത്രയ്ക്കുള്ള വീടൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരൊന്നും ഉദ്ദേശിച്ചുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊന്നിൽ പോലെ അപ്പം അങ്ങനെ കൊടുത്താൽ ഇത് പെട്ടെന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വീടായിട്ട് അവർക്ക് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടതെങ്കിൽ ഗവൺമെൻറ് സ്ഥലം കണ്ടെത്തിയിട്ട് ഇവർക്ക് അവിടെ തന്നെ അടുത്തിൽ തന്നെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്നെ ഒരു ഭൂകമ്പം പ്രളയമൊന്നും വരാതെ മാതിരി പറ്റുന്ന സ്ഥലം വേറെ സ്ഥലം നോക്കിയിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ഉണ്ടാവുമല്ലോ, ഗവൺമെൻറ് സ്ഥലം കൊടുത്തിട്ട് ഈ കെട്ടുന്നവർക്ക് സഹായിക്കുക. അപ്പോൾ പെട്ടെന്ന് എന്താവും ഈ ഏറ്റെടുത്ത സംഘടനക്കും ഒരു ഉത്സാഹം ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഏറ്റെടുത്ത് പെട്ടെന്നാണ് നമുക്ക് തീർക്കണം എന്നുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഈ സന്ദർഭത്തിൽ നമ്മളിപ്പോൾ എല്ലാവരും പിരിവ് അത്ര കൊടുക്കുക ഇത്ര കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ആരോപണങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് അത് ഇപ്പം എല്ലാം തന്നെ പറഞ്ഞേക്കുന്നത് ഗവൺമെൻറ് തന്നെ ആക്കണം, ഗവൺമെൻറ് തന്നെ പിരിക്കണം, ഗവൺമെൻറ് തന്നെ എത്തിക്കണം, ഗവൺമെൻറ്റിൻ്റെ കണക്ക് വെക്കണം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ പല ആളുകളും പല അഭിപ്രായം പറയുന്നില്ല. അതെന്ത് ഞങ്ങളാക്കിയാൽ പോലെ ഇവരാക്കിയാൽ പോലെ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ. ഇങ്ങനെ അഭിപ്രായം കേട്ടിട്ടും പിന്നെ ലാസ്റ്റ് കുറേ കഴിയുമ്പോൾ പറയും കുറേ പൈസ തരാമെന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല. കുറേ ആൾ പറയും കുറേ പണിയെടുത്തിട്ട് പൂർത്തിയാക്കിയിട്ട് 15 ദിവസം പണി വെച്ചിട്ട് അതിൻ്റെ പൈസ കിട്ടാണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ സാഹചര്യം ഇല്ലാണ്ടാക്കാൻ ഏറ്റവും നല്ല പോകുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്ര വീട് കിട്ടുമെന്ന് പറഞ്ഞ ആൾക്ക് അത്ര വീടിന് അവർക്ക് കൊടുക്കാം. 100 വീട് കിട്ടില്ല, 100 വീട് കിട്ടുന്നവർ കെട്ടട്ടെ. അതിൻ്റെ സ്ഥലം ഗവൺമെൻറ് അതിന് യോജിച്ച് സ്ഥലം കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന്. അപ്പം ഗവൺമെൻറ്റിന് ഒരു പണി എടുക്കണ്ടു, എല്ലാ പണിയും എടുക്കണ്ടല്ലോ. വീട് അവർ കെട്ടിക്കോളും, നമ്മളതിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ വീട് കെട്ടാന്നല്ല പറയുന്നുള്ളത്. പിന്നെ അതേമാതിരി നമ്മൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഇപ്പം ഒരേ വീട്ടിൽ കുടുംബത്തിന് നമ്മൾ പിരിക്കാൻ പാടില്ല. കാരണം വെച്ചെങ്കിൽ ചില ആൾ വീട് കിട്ടുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചെങ്കിൽ 10-12 ആളൊക്കെ ഒരേ കുടുംബത്തിലുള്ള താമസിച്ച ആളുകളൊക്കെ ഉണ്ട്. അതിൽ 2-3 ആൾ മരിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊന്നും കുടുംബം പൊളിക്കാൻ പറ്റില്ല ചെറിയ വീട് കെട്ടി കൊടുത്തിട്ട്. അപ്പോൾ 2-3 വീട് കെട്ടി കൊടുക്കുന്നതാണെങ്കിൽ ചെറുമാതിരി വീട് കിട്ടുന്നതാണെങ്കിൽ അവർ മുന്നേ എങ്ങനെയാണോ കുടുംബത്തിൽ ഒരുമിച്ചിട്ടുണ്ടായത് അതുമാതിരി അവർ ഒരുമിച്ച് ജീവിക്കാൻ പാകത്തിൽ ചെറിയ കുറച്ചും കൂടെ സൗകര്യത്തോടു കൂടി അവർക്ക് കിട്ടും. കാരണം വലിയ കുടുംബമാണെങ്കിൽ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരുടെ കുടുംബത്തിന് നമ്മളിപ്പോൾ പിടിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ 5 സെൻറ്റ് പിന്നെ ഇതാക്കിയിട്ട് ഒരു 800 സ്ക്വയർ ഫീറ്റ് ഒരു വീട് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5-8 ആളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച കുടുംബത്തിൽ 8-10-12 ആളുണ്ടാകും. ചിലപ്പോൾ 8 ആളോ 10 ആളോ ഇപ്പോൾ ഉണ്ടാവും നിലവിൽ. അപ്പോൾ അവർക്ക് ഈ 800 സ്ക്വയർ ഫീറ്റിൻ്റെ പേര് അല്ലെങ്കിൽ 700 സ്ക്വയർ ഫീറ്റിൻ്റെ പേരൊന്നും ഇത് ഇവർക്ക് തികയില്ല. അപ്പോൾ ആ കുടുംബത്തിനനുസരിച്ചിട്ട് ഈ ഏറ്റെടുക്കുന്ന കുടുംബക്കാരുണ്ടല്ലോ, ആ ഏറ്റെടുക്കുന്ന സംഘടനകൾ അവരത് അറിഞ്ഞുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ കുടുംബത്തിന് നമ്മൾ വിളിക്കാൻ പാടില്ല. അവർ ഭാവിയിൽ കുറച്ച് ഒരുമിച്ച് ജീവിച്ചിട്ട് കാലം കഴിഞ്ഞ് ഇങ്ങനെ സാധാരണ ഇങ്ങനെ പിരിഞ്ഞ് പോകാറുണ്ടല്ലോ. അങ്ങനെ അവർ പോയിക്കോട്ടെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഒരുപാട് കുറയും, സംഘടനകൾക്ക് ഉത്തരവാദിത്ത ബോധം ജാസ്തി വരും, അവർക്ക് അവരിൽ കൂടുതൽ ഉത്തരവാദിത്തം വരും. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റെടുത്ത വീട് അത് തീർക്കണമെന്ന് അവർ നെടിയിടയിൽ എല്ലാത്തിനും കൂടുതൽ പ്രവർത്തിക്കും. അല്ലാതെ കണ്ട് ഇങ്ങനെ ആകുമ്പോൾ എന്താവും, ഓരോ രൂപത്തിലുള്ള നിയമത്തിൻ്റെ വശങ്ങൾ ഇടയ്ക്ക് വന്ന് കയറുമ്പോൾ അതിനെ ചർച്ച ചെയ്യും. 5 ദിവസം പോയി, പിന്നെ 10 ദിവസം പോയി, അങ്ങനെ 1 മാസങ്ങളോളം അങ്ങനെ വെറുതെ പോയി. ഇങ്ങനെ ഒരുപാട് നാളങ്ങനെ കഴിഞ്ഞു പോകുന്നതല്ലാതെ കണ്ട് അടുത്ത വർഷകാലം വരുന്നവർക്കും വീടാകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഗവൺമെൻറ്റിന് ജനങ്ങളെ ആക്ഷേപം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം വെച്ചാൽ സ്ഥലം കൊടുത്താൽ അവർ വീട് കൂട്ടി കൊടുത്തോട്ട് ആ സ്ഥലത്തിൻ്റെ രേഖകൾ മാത്രമല്ലേ ഗവൺമെൻറ് ചെയ്യേണ്ട പണിയുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഒരുപാട് ജോലി ഭാരം കുറയുന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത് ഇങ്ങനെ ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ ഇപ്പം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ കണ്ടില്ല നിങ്ങൾ ഒരു വീഡിയോ നോക്ക്. സാജിദ് നമ്മുടെ സുഹൃത്താണ്. ദുബായിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. KMCC അതുപോലെ തന്നെ സുന്നി സെൻ്ററും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ സാജിദിൻ്റെ മകൾ ഫിദ ഫാത്തിമ പയ്യന്നൂർ ഏത് സ്കൂളാണ്? രാമന്തളി ശാബ്ദങ്ങൾ സ്കൂളിലാണ്. അപ്പോൾ ഫിദ സ്വരൂപിച്ച് വെച്ച നാണയത്തുട്ടുകൾ അതിൽ
കുറ്റിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വയനാട് ഫണ്ടിലേക്ക് ഇത് നമുക്ക് സംഭാവന തരികയാണ്. നമ്മുടെ പുത്തൂർപ്പള്ളിക്കൽ സ്വദേശി നമ്മുടെ വാർഡ് സ്വന്തക്കാരനൊക്കെയാണ്. അവിടെ ബിസിനസ്സാണ് വിദേശത്ത്. അപ്പോൾ നമ്മുടെ വയനാട് ഇതിലേക്ക് 50 ലക്ഷം രൂപ ആയിട്ട് കൊടുക്കാനാണ് അൻവർ വന്നിട്ടുള്ളത്. അൻവർ ഉദ്ദേശിച്ചത് 10 വീട് കൊടുക്കണം. അപ്പം ഇതിൻ്റെ എമൗണ്ട് കേട്ടപ്പം പിന്നെ 10 വീട് ആണ് ഉദ്ദേശിച്ചത്. 10 വീടിൻ്റെ 60 ലക്ഷം വരെ വേണമെങ്കിലും അൻവർ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 10 വീട് കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞപ്പോൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചെയ്യാൻ ചെയ്യുമാണ് സംഗതികൾ. ഇപ്പോൾ വാർഡ് കമ്മിറ്റിക്കാർ 18ാം വാർഡാണ്. വാർഡ് കമ്മിറ്റി മുന്നോട്ട് പിന്നെ ഒരാളാപ്പേണ് അനുപറിൻ്റെ ആളാപ്പേണ് കേട്ടിട്ടുണ്ട്. പിന്നെ അനുപറിൻ്റെ 5 ഷാജി അനിയനാണ് ഷാജി. എല്ലാവരും കിട്ടുന്നുണ്ട്. നാട് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി വയനാട് സ്വദേശിയും മക്ക KMCCയുടെ പ്രവർത്തകനുമായിട്ടുള്ള ഹാരിസ് അദ്ദേഹത്തിൻ്റെ 50 സെൻറ്റ് സ്ഥലം പാർട്ടി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾക്ക് കൈമാറുകയാണ്. ഇവിടെ ഈ പാർട്ടി അനുവദിക്കുന്ന ആർക്കും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറായി സമ്മതപത്രമാണ് നമുക്ക് കൈമാറുന്നത്. അതിൻ്റെ ആധാരവും മറ്റു രേഖകളൊക്കെ പാർട്ടി ആവശ്യപ്പെട്ട സമയത്ത് ഇൻഷാ അല്ലാഹ് കൈമാറുന്നതാണ്. പ്രിയപ്പെട്ട ഹാരിസ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവരാണ് 50 സെൻറ്റ് സ്ഥലം പടിഞ്ഞാറത്തറ ഭാഗത്ത് ഈ വയനാട് ഫണ്ടിലേക്ക് വയനാടിനോടൊപ്പം ഇന്നുള്ള ഫണ്ടിലേക്ക് ഒരു സംഭാവന തന്നിട്ടുള്ളത്. വയനാട്ടും അതുപോലെ തന്നെ താഴെയും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നൽകുന്നതിന് വേണ്ടി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള ആ സമയത്തും അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കി അതിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് വീടെടുക്കാനായിരിക്കാം ഇതിനെ മിക്കവാറും ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ 50 ലക്ഷം രൂപയും 50 സെൻറ്റ് സ്ഥലവും. കാരണം ഒരു വ്യക്തി തന്നെയായിട്ട് കൊടുക്കാൻ ലീഗിൻ്റെ ഇടയ്ക്ക്. അപ്പം അതുമാതിരി ചിലപ്പം ഈ പല ആവശ്യങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോൾ ചിലപ്പോൾ കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാൻ മനസ്സ് വരില്ല. കാരണം ചില ആളുകൾക്കും നമ്മൾ അർഹതപ്പെട്ട ആളിലേക്ക് എത്തിക്കേണ്ടതില്ലേ ഇത് എത്തിയില്ലപ്പ എന്നുള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ പച്ചക്കൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്വയം സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ചിലപ്പോൾ 30 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പരിപാടി. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചെങ്കിൽ ആ പാവങ്ങൾക്ക് കിട്ടുന്നത് വേഗം കിട്ടിക്കോട്ടെ എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇനി എന്തെങ്കിലും കണ്ടമാന കമൻറ്റ് ബോക്സിൽ എഴുതുന്നു വേണ്ട. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങൾ കമൻറ്റ് ആവശ്യമാണ്. കാരണം ഇത് കാണുന്നവർ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഈ അഭിപ്രായം നല്ലത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് അങ്ങനെയാണ്. കാരണം ഈ പാവങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾ ഏറ്റവും നല്ല വഴി അതാത് സംഘടനക്ക് അവർ കിട്ടുന്നത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ പിന്നെ ഗവൺമെൻറ് സ്ഥലം കൊടുക്കാൻ വേണ്ടി അയോഗ്യമായ സ്ഥലം പെട്ടെന്ന് കൊടുക്കുക. അപ്പോൾ എല്ലാ പണിയും പെട്ടെന്ന് അവരവരുടെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുമ്പോൾ ആരാണ് ഏത് സംഘടനയാണോ ഏറ്റെടുത്തില്ല അവർക്ക് ഒരു ഉത്സാഹം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ പണി വേ കഴിയണം, നമ്മളെ പണി വേ തീർക്കണോ എന്നുള്ള. അപ്പോൾ പെട്ടെന്ന് നയിച്ച് അവർക്ക് കിട്ടുമ്പോൾ ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്ന ഒരു ആക്ഷേപത്തിന് ചാൻസും ഇല്ല, അഭിപ്രായം നിങ്ങളുടെ ആവശ്യമില്ല. പിന്നെ ഇത് സംഘടനയോ മതമോ കാര്യമോ അതൊന്നും നോക്കിയിട്ടില്ല ഈ പറയുന്ന ഉദ്ദേശം. കാരണം ഓരോ വ്യക്തികൾ ആര് കെട്ടുമെന്ന് പറഞ്ഞോ ആ കെട്ടുന്നവർ കെട്ടുകൊടുത്താൽ അവർ പെട്ടെന്ന് അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കുന്നതാണ്. അങ്ങനെ ഗവൺമെൻറ് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും, ഗവൺമെൻറ് വിമർശിക്കുന്ന ഒരുപാട് കുറയും, അല്ലെങ്കിൽ എല്ലാം ഗവൺമെൻറ് തലക്ക് വരുന്നതാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഇപ്പോൾ അവരെല്ലാവരും അവശരായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് പല കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ചില്ലറ കാശ് അതൊക്കെ വേണ്ടി വരും. അത് ഗവൺമെൻറ് കയ്യിൽ എന്തെങ്കിലും ചെറിയ തുകയായിട്ട് ഓരോ കുടുംബത്തിന് എന്തെങ്കിലും അവർക്ക് കൃഷിയൊക്കെ പോകാനോ അതാക്കാനോ ഹോസ്പിറ്റലിൽ പോകാനോ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ചെലവിന് വേണ്ടിയിട്ട് അവർക്ക് ഗവൺമെൻറ് പ്രതി സഹായിക്കണമെന്ന് പറയുന്നത് ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാനുള്ളത് ഇവർക്ക് സ്വീകരിക്കാം, തള്ളി തന്നവർക്ക് തള്ളിക്കളയാം. തെറ്റുകുട്ടികളൊന്ന് ക്ഷമിക്കണം. അടുത്ത വീടുകൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.